കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിലേക്ക് ഒന്ന് അടുത്തു വരുന്നതിനും കൂട്ടായ്മ പോലും വേണ്ടും പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന ഈ സമയങ്ങളിൽ ഈ വചന ചിന്തകൾ നമുക്ക് ഉറപ്പായി പ്രത്യാശ ഉണർത്തുന്നതായി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 വാക്യങ്ങളാണ് പ്രാരംഭത്തിൽ വായിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യവും കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. കൊലോസ് ലേഖനം കൂടെ വായിക്കുന്നു, 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി, ആ വാക്കുകൾ ശ്രദ്ധിക്കുമോ? നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. പൗലോസ് അല്ല ഈ സഭ സ്ഥാപിച്ചത്, എപ്പാഫ്രാസ് എന്ന വ്യക്തി സ്ഥാപിച്ച സഭയാണ്. പൗലോസ് പറയുക, നിങ്ങൾ എപ്പാഫ്രാസിലൂടെ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. എപ്പാഫ്രാസിലൂടെ കേട്ട സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യാശയെക്കുറിച്ചാണ് കേട്ടത്. വലിയ ഹോപ്പ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ളതല്ലേ പ്രത്യാശ? ഹോപ്പ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പാൻഡമിക്. എന്താ പ്രത്യാശ? ഈ പ്രത്യാശ നിമിത്തം, അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുക, പ്രത്യാശ നിമിത്തം സുവിശേഷത്തിലൂടെ നിങ്ങൾക്കൊരു വലിയ പ്രത്യാശ കിട്ടി. ആ പ്രത്യാശ നിമിത്തം 2 കാര്യങ്ങൾ വെളിപ്പെടണം. 4-ാമത്തെ വാക്യം, പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും. നോഹയുടെ ജീവിതത്തിൽ 11-ാം അധ്യായം 7-ാം വാക്യം എബ്രായ ലേഖനത്തിൽ വായിച്ചത് വിശ്വാസത്താൽ നോഹ. അതുപോലെ ഒരു വാക്യം, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും. ഈ 2 വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. വിശ്വാസം എന്നാൽ എന്താണ്? പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ യേശു കർത്താവിനെ അനുഗമിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയിൽ മുമ്പിട്ട് നിൽക്കേണ്ട വിഷയങ്ങൾ എന്താണ്? പാൻഡമിക് പോലെ ഇതുപോലുള്ള ക്ലേശ സമയത്ത് നമ്മളും യേശു കർത്താവിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട നമ്മളും ലോക മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ സങ്കടകരത്തോടെ ഞാനൊരു കാര്യം ഓർപ്പിക്കാം. ഈ പാൻഡമിക് ഈ ലോകത്തിൽ എന്തിനു വന്ന് ഭവിച്ചു? വളരെ ആശയക്കുഴപ്പമുണ്ട്. ആ തിയറീസിലേക്കൊന്നും പോകാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ ഞാൻ സമയം എടുക്കുന്നില്ല. ആരോ പറഞ്ഞതുപോലെ എനിക്കത് വളരെ ചിന്ത എന്നെ ഉണർത്തി. ഇത് സഭയെ ശുദ്ധീകരിക്കുവാനാണോ അയച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ സഭയെ ശുദ്ധീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. We don't know whether it was sent to purify the church, but it is actually purifying the church. അതുപോലെ പ്രത്യാശയെക്കുറിച്ച് ഒന്നുകൂടെ ധ്യാനിക്കാൻ വേണ്ടിയാണോ ഇത് വന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ പ്രത്യാശ ഉണരേണ്ട സമയമായി എന്നെനിക്കറിയാം. ഈ വാക്യത്തിലേക്ക് നമുക്കൊന്നിറങ്ങി ചിന്തിക്കാം. വിശ്വാസത്തെ പറ്റി പറയേണ്ട വരുന്നത് എപ്പോഴാ? പ്രത്യാശയെപ്പറ്റി പറയേണ്ട വരുന്നത് എപ്പോഴാ ദൈവമക്കളെ? കൊലോസ്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലവും എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലവും ഒരുപാട് വ്യത്യാസമുള്ളതല്ല. എന്താ പശ്ചാത്തലം ചോദിച്ചാൽ, 1-ാം നൂറ്റാണ്ടിൽ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിയവർക്കുണ്ടായത് ഇന്ന് നമ്മൾ പറയുന്ന പ്രസംഗങ്ങളോ സാക്ഷ്യങ്ങളോ ഒക്കെ ആ സഭകൾക്ക് അന്യമായിരുന്നു. വ്യക്തമാക്കി പറയാം. ഇന്ന് നമുക്കൊരു പക്ഷെങ്കിൽ പറയാനുള്ള സാക്ഷ്യം, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വന്നു, everything is going well. I never expected this honor. I never expected this kind of a blessing. God was good to me. Everything is going well. ഇതല്ലായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ആൾക്കാരുടെ സാക്ഷ്യം. എന്തായിരുന്നു അവരുടെ സാക്ഷ്യം ചോദിച്ചാൽ, യേശു കർത്താവിനെ ഇറങ്ങി തിരിച്ച ദിവസം മുതൽ തുടങ്ങി പ്രയാസങ്ങൾ. യേശു കർത്താവ് നിമിത്തം, വിശ്വാസ നിമിത്തം ഉള്ള പ്രശ്നം. അത് മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള പാൻഡമിക്. ആദിമസഭയിൽ ഉണ്ടായ ക്ഷാമത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി വായിച്ചിട്ടില്ലേ?
ക്ഷാമം വന്ന സമയത്ത് വിശ്വാസികൾക്കെല്ലാം ചുറ്റിനും ഒരു തീമതിലായി ദൂതൻ ഇറങ്ങി നിൽക്കുകയും മറ്റെല്ലാവരും സഫർ ചെയ്തപ്പോൾ വിശ്വാസികൾക്ക് മന്ന പൊഴിച്ച് കിട്ടുകയും അല്ല നടന്നത്. വിശ്വാസികളും ക്ഷാമത്തിലൂടെ കടന്നുപോയി, എല്ലാ മനുഷ്യരെയും പോലെ. നാച്ചുറലി വിശ്വാസത്തിൽ വന്നവർക്ക് ഒരു വലിയ ചോദ്യം, ഞങ്ങൾ ഞങ്ങളുടെ വീടുകൾ, ഭവനങ്ങൾ വിടുന്നു. വിൽക്കണ്ട വരുന്നവർ നിന്ദകളേറ്റു, പീഡനങ്ങളേറ്റു, കഷ്ടങ്ങളേറ്റു, കൂത്തുകാഴ്ചകൾ പോലും ആയ അവസരങ്ങൾ. അത് മാത്രവുമല്ല, അവരുടെ വസ്തുക്കളൊക്കെ അപഹരിക്കപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, സാക്ഷ്യം നേരെ തിരിച്ച വസ്തുക്കൾ വാങ്ങിച്ച് കൂട്ടിയ കഥയാണുള്ളത്. ഇന്നത്തെ അവസ്ഥ നേരെ തിരിച്ച മാനിക്കപ്പെട്ട അവസ്ഥയാണ് ഉള്ളത്. മറ്റേ മാന്യതയുള്ളവരുടെ മാന്യത നഷ്ടപ്പെടുന്നു, വസ്തുക്കൾ ഉള്ളവരുടെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു. യേശു തന്നെ തിരിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, കൗണ്ട് ദ കോസ്റ്റ് ബിഫോർ യു കം ആഫ്റ്റർ മീ. വേറെ ഒരു ആത്മീക തലത്തിൽ ഈ നമ്മുടെ സമൂഹങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രവേശിച്ചോ എന്ന് ഞാൻ ഭയക്കുകയാണ്. When I look at the scriptures, we see a completely different spirituality, completely different norms of Christian life. വേറെ അളവുകോലാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഇന്ന് കേൾക്കുന്ന പോലെയല്ല, ഇന്ന് പറയുന്ന സന്ദേശങ്ങളല്ല പൗലോസോ പത്രോസോ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്. അതിലേക്ക് കൂടുതലായി നമുക്ക് വരാം. ഏതവസ്ഥയിലൂടെ പോകുന്നതെന്ന് കാണിക്കാൻ ഞാൻ കുറച്ച് വാക്യങ്ങൾ വേഗത്തിൽ പറയാം. എബ്രായ വിശ്വാസികളോട് നോഹ അപ്പച്ചനെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, നോഹ കാണാത്തതിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വസിച്ചു എന്നൊക്കെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ഇറങ്ങി തിരിച്ചവരുടെ ആവേശം, യേശുവിനെ ദൈവമായി കണ്ട് യേശു കർത്താവിനെ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ചവരുടെ ആ സ്പിരിച്വൽ ടെമ്പറേച്ചർ താഴേക്ക് പോയത് കൊണ്ടാണ്. 3-ാം അധ്യായം എബ്രായ ലേഖനം 3:6 ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം. എഴുത്തുകാരൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഹോൾഡ് ഓൺ ടു ദ പ്രോമിസസ്, ഹോൾഡ് ഓൺ ടു ദ ഹോപ്പ്. നിങ്ങൾ ഇന്ന് നോക്കുമ്പോൾ കണ്ണിന്റെ മുമ്പിൽ ഒന്നും നടക്കുന്നില്ല. നടക്കുന്ന മുഴുവൻ നഷ്ടത്തിന്റെ കഥയാണ്, നടക്കുന്നത് മുഴുവൻ നിന്ദയുടെ കഥയാണ്, നടക്കുന്നത് മുഴുവൻ ലോകത്തിൽ ആൾക്കാർക്ക് ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. എബ്രായ എഴുത്തുകാരൻ പറയുക, ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്. ജീസസ് ഈസ് ഗുഡ് ടു യു. യു മേ നോട്ട് സീ ഇറ്റ് ഇൻ യുവർ സിറ്റുവേഷൻസ്, ഇൻ യുവർ സർക്കംസ്റ്റൻസ്, സ്റ്റിൽ ഹോൾഡ് ഓൺ. ആ ഒരു ആശയമല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നത്? അവസാനത്തോളം മുറുകെ പിടിക്കുക. 3-ാം അധ്യായം തന്നെ 14-ാമത്തെ വാക്യത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. എന്താ ഇത് എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസമൊക്കെ പോയി, പ്രത്യാശയൊക്കെ പോയി. ഈ പാൻഡമിക്കിന്റെ നാളുകളിലും ചിലപ്പോഴൊക്കെ കാണുന്നത് ശേഷം മനുഷ്യരെ പോലുള്ള സംസാരങ്ങൾ, ശേഷം മനുഷ്യരെ പോലുള്ള വ്യാകുലതകൾ. കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു ഈ പാൻഡമിക്കിന്റെ ആദ്യ നാളുകളിൽ. ചിലരൊക്കെ സന്ദേശം പറഞ്ഞപ്പോൾ ആവേശത്തോടെ അങ്ങ് പറഞ്ഞു. അന്ന് ഇസ്രായേൽ മക്കളെ ആവർത്തന പുസ്തകത്തിൽ ഈ ദേശത്ത് നടക്കുന്ന രോഗങ്ങളൊന്നും നിങ്ങൾക്ക് വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ കൊറോണ വൈറസ് വിശ്വാസികൾ വരത്തില്ല എന്നൊക്കെ ആവേശത്തോടെ സങ്കീർത്തനം 91 ആസ്പദമാക്കി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 6-7 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഈ കൊറോണ വൈറസ് പാൻഡമിക് മറ്റുള്ളവർക്ക് വന്നതുപോലെ നമ്മളിൽ പലർക്കും വന്നുവെന്ന് മാത്രമല്ല, വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും സാക്ഷ്യത്തിന്റെ ഈ സാക്ഷ്യങ്ങൾ ദൈവം അത്ഭുതകരമായി ICUവിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു, ദൂതൻ പ്രത്യക്ഷം, ഇതൊക്കെ കേട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം ആ സൗഖ്യവും വിടുതലും മാത്രമാണോ? ഒരു നല്ല നമ്പർ ഗസ് ചെയ്യാനൊന്നും ഞാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല. വിശ്വാസി സമൂഹത്തിൽ നിന്ന് മരണമടഞ്ഞില്ലേ? അനേകർ ഇളകിപ്പോയിരിക്കുന്നു. അനേകർ ദുർവ്യാഖ്യാനങ്ങൾ നിമിത്തം, അടർത്തിയെടുത്ത വാക്യങ്ങൾ നിമിത്തം. വിശ്വാസം പണിയാൻ വേണ്ടിയാണ് പലരും പ്രസംഗിച്ചത്, പക്ഷേ വിശ്വാസം തകരുന്നൊരവസ്ഥയിൽ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്? I became a follower of Jesus. I took water baptism. But things are going from bad to worse. എൻ്റെ ശരീരത്തിൽ രോഗമിരിക്കുന്നു. യേശുവിനെ അനുഗമിക്കാത്ത ആളുടെ ശരീരത്തിലും രോഗമിരിക്കുന്നു. How will I respond?
അവിടാണ് ഈ എബ്രായ എഴുത്തുകാരൻ പറയുന്നത്, അവസാനത്തോളം ഇറങ്ങി തിരിച്ചത് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി അല്ലല്ലോ. രോഗസൗഖ്യം കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ യേശുവിൻ്റെ ദൈവത്വം തിരിച്ചറിഞ്ഞത്. രോഗസൗഖ്യമോ കടത്തിൽ നിന്നുമുള്ള വിമോചനമോ ഒക്കെ അറിഞ്ഞ് വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. ദൈവവചനം വായിച്ച് മനസ്സിലാക്കി മറ്റ് യാതൊരു ക്ലേശവും അവർക്കില്ലായിരുന്നു. കടബാധ്യതയോ രോഗമോ മറ്റ് യാതൊരു സങ്കടവും ഇല്ലാത്തപ്പോൾ വചനം വായിച്ച് മനസ്സിലാക്കി വേർപെട്ട ആരാധനയിലേക്ക് വന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റെല്ലാവരുടെയും സാക്ഷ്യം, ഗോഡ് ഷോഡ് അപ്പ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ഞങ്ങൾ നിന്നിരുന്ന സംഘടനയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നപ്പോൾ ഒരു പെന്തക്കോസ്റ്റിലെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു വിടുതലിൻ്റെ കുടുംബത്തിൽ. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷവും ഈ വേർപെട്ട സമൂഹത്തിൽ വന്നത് എന്നുള്ളത് സത്യമാണ്. അത് യേശു പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുക, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. ദീനമുള്ളവർ, കൊരിന്ത് ലേഖനത്തിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരുടെയും സാക്ഷ്യമല്ലേ ഇത്? പക്ഷേ ആഫ്റ്റർ 10 years or after 20 years, look at the circumstance that you are in. Can we all say nothing is going wrong in my life? അങ്ങനെ അല്ലല്ലോ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് വരുന്നത് പോലെ വരുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുക, അവസാനത്തോളം മുറുകെ പിടിക്കണം. വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണം, പ്രത്യാശ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല യേശുവിൻ്റെ അടുക്കൽ വരേണ്ടത്. കാണാത്തതിനെ കാണണം. നോഹ കണ്ടതുപോലെ 5:11 ഇവർക്ക് എന്താ പറ്റിയെന്നറിയാമോ? കേൾപ്പാൻ ഇപ്പം മാന്യമുള്ളവരായി മാറി. തുടങ്ങിയപ്പോഴോ ഭയങ്കര ആവേശമായിരുന്നു. തുടങ്ങിയപ്പോൾ ബൈബിൾ സ്റ്റഡി എവിടെ ഉണ്ടെന്ന് കേട്ടിങ്ങനെ അറിഞ്ഞു പോകാൻ താല്പര്യമാണ്. ഇന്ന പാസ്റ്റർ അവിടെ എന്നാ അങ്ങോട്ട് പോയേക്കാം, യൂട്യൂബിലുണ്ട് എന്നാ കേട്ടേക്കാം. പക്ഷേ ജീവിത പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ വന്നപ്പോൾ കേൾപ്പാൻ മാന്യമെന്ന് പറഞ്ഞാൽ, ലിറ്ററലായിട്ട് അങ്ങ് പറഞ്ഞാൽ, വചനം സംസാരിക്കുമ്പോൾ തന്നെ ഉറക്കമാണ്. ഇപ്പോൾ സൂമൊക്കെയാണ് ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ്. എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ ഓഫൊക്കെ ചെയ്ത് എവിടെയെങ്കിലും റിലാക്സ് ചെയ്ത് പറയട്ടെ, അവരുടെ ജോലിയല്ലേ, അവർ പറയട്ടെ. അങ്ങനെ ഒരു മോഡിലേക്ക് നോക്കിയ വിശ്വാസികളുടെ സ്പിരിച്വൽ ടെമ്പറേച്ചർ പോയ പോക്ക് കണ്ടോ? Because there is no cutting edge that they see in their lives. എന്നെ എന്തിനാ വിളിച്ചതെന്നറിയില്ല, ലോകത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അറിയില്ല. ശേഷം മനുഷ്യരെ പോലെ. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാ, പ്രത്യാശയുള്ളവനാണോ എന്ന് ചോദിച്ചാൽ പ്രത്യാശയുള്ളവനാ. പക്ഷേ പരിഭവങ്ങളും ഭയങ്ങളും ശേഷം മനുഷ്യരെ പോലെ. 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുക, മാന്യതയുള്ളവർ മാത്രമല്ല ഇവർ, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. മന്ദത എന്ന് പറഞ്ഞാൽ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ലാതെ, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമില്ലാതെ, കൊറോണ വൈറസ് പാൻഡമിക്കിൻ്റെ സമയത്ത് പോലും എത്ര മാനസാന്തരത്തെക്കുറിച്ചുള്ള സന്ദേശം കേട്ടാലും ഇറ്റ് ഡസന്റ് അപ്ലൈ ടു മീ. ഐ വിഷ് ഹി വാസ് ദെയർ ടു ലിസൺ. ഒരു മാന്യം, ഒരു മന്ദത. എന്നെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ ദൈവം അടർത്തിയെടുത്തതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനൊക്കാതെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഭക്തനായി ഭക്തിയെ വെളിപ്പെടുത്തുവാൻ കെപ്പില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ. 10-ാം അധ്യായം 24-25 എബ്രായ ലേഖനത്തിൽ എന്തിനായി വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? നോഹ കാണാത്തത് മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വസിച്ചെന്ന് പറയാൻ കാര്യം, ചിലരിപ്പോൾ ലോകത്തിൽ തന്നെ പോകുന്നില്ല. ഈ മന്ദതയും മാന്യവും വാഗ്ദത്തങ്ങളൊക്കെ തണുപ്പൻ അനുഭവത്തിൽ വന്നപ്പോൾ 10-ാം അധ്യായം 24 എഴുതിയിരിക്കുന്ന, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. സൂം മീറ്റിങ്ങിന് ഇപ്പം കയറുന്നില്ല, ഇനി കോൺഫറൻസ് ആയിട്ട് ഇനി എന്തോ നടന്നാലും I am busy with my life. I don't see any difference between me and another person. If I have time, I will join. ചിലർ പറയുന്ന, കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് കേട്ടു. സോ he is very very bold. ഇപ്പം ഞങ്ങളെല്ലാം, ഞാൻ ആവേശത്തോടെ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിച്ചു, ദാറ്റ് ഈസ് ഗുഡ്, he is very straight forward. എന്താ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് ചോദിച്ചാൽ, സഭായോഗത്തിന് വരാൻ ഒക്കത്തില്ലെന്ന് പാസ്റ്ററുടെ മുഖത്ത് നോക്കി പറയും. അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ്. അതൊരു നല്ല ഗുണമായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരു സമയത്ത് യേശുവിന് വേണ്ടി സമയമുണ്ടായിരുന്നു, ഒരു സമയത്ത് വിശുദ്ധിക്ക് വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വചനം കേൾക്കുവാൻ ആവേശം, തിടുക്കം, പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ചു മാറ്റുന്നു, കുടുംബ പ്രാർത്ഥനകൾ മുടക്കുകയില്ല. എന്നാൽ ഒരു തണുപ്പൻ അനുഭവം പാൻഡമിക് വന്നിട്ട് പോലും ചലിച്ചിട്ടില്ല.
പാൻഡമിക് വന്നിട്ട് പോലും ഇങ്ങനെ ഇരിക്കുകയാണ്. ലോകം മുഴുവൻ ഇളകുന്നു. ആ ഇളകുന്ന കൂട്ടത്തിൽ കുറെ അങ്ങനെയുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ് there is no difference. 12:3 കൂടെ വായിച്ചിട്ട് ഈ ടെക്സ്റ്റിലേക്ക് ഞാൻ പ്രവേശിക്കുക. 12:3 പറയുന്നത് എന്തിനാ ഈ നോഹയുടെ സംഭവം പറയുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസ വീരന്മാരുടെ പട്ടിക 1, 2, 3 എന്ന് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച്, അടുത്ത വാക്ക്, മടുക്കാതിരിപ്പാൻ. ഈ കോൺഫറൻസിൽ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്താൽ കർത്താവിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പാൻഡമിക് പോലുള്ള അനുഭവം വന്നിട്ടും നമ്മുടെ ആത്മീക മനുഷ്യനെ ഉണർത്തുവാൻ ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ, ശേഷം മനുഷ്യരെ പോലെ വ്യാകുലപ്പെട്ട്, ശേഷം മനുഷ്യരെ പോലെ പ്രത്യാശ ഇല്ലാത്തവരായി നമ്മൾ കാണപ്പെടുന്നെങ്കിൽ, ഇനി അതുമല്ല, സ്വസ്ഥതയുള്ളവരായി സുരക്ഷിത വലയത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് നല്ലവനെന്നുള്ള സാക്ഷ്യം മാത്രമേ ഉള്ളെങ്കിൽ, ഈ കോൺഫറൻസിൽ ആഴമായ ഒരു മാനസാന്തരം, ദൈവത്തിൻ്റെ പ്രാധാന്യതയ്ക്ക് യാതൊരു വിഘ്നവും വരാതെ പ്രയോറിറ്റീസ് ഒന്നുകൂടൊന്ന് സെറ്റ് റൈറ്റ് ചെയ്യുവാൻ, ഈ ലോകം താൽക്കാലികമാണെന്നും ഈ ശരീരത്തിൽ ലോകം പിടിച്ചേക്കാമെന്നും ഈ ലോകത്തിൽ ഞാൻ എന്നും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല എന്നും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിക്കുവാൻ ഈ ദിവസങ്ങൾ, ഈ കോൺഫറൻസ്, ഇന്നത്തെ സന്ദേശം ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, 11-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത് വിശ്വാസം. ആ ഡെഫിനിഷൻ തന്നെ നോക്കൂ. 11:1 പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഇന്ന് ആൾക്കാരെ വിശ്വാസികളെന്ന് വിളിക്കും. എപ്പോഴാണെന്നറിയാമോ വിശ്വാസികളെന്ന് വിളിക്കുന്നത്? യേശുവിൽ വിശ്വസിച്ചു. ശരിയാണോ? ശരിയാ. യേശുവിൽ വിശ്വസിച്ചു എന്നുള്ളത് സത്യമാണ്. സ്നാനപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. വേർപെട്ടൊരു സഭയിൽ പോകുന്നു എന്നുള്ളൊരു സത്യമാണ്. ഓർണമെന്റ്സ് ഉപേക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെയാ വിശ്വാസിയുടെ മാർക്ക്. മറ്റുള്ളവരുടെ വ്യത്യസ്തത ഈ പാൻഡമിക്കിന്റെ സമയത്തും നമ്മൾക്ക് പലർക്കും ഉള്ളത്. വിശ്വാസികളാവർ എന്തെന്ന് ചോദിച്ചാൽ വേർപെട്ട ഒരു സമൂഹത്തിൽ പോകുന്നു. വിശ്വാസികളാ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. യേശുവിൽ വിശ്വസിക്കുന്നവർ, അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അത് എല്ലാമാണ്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർക്ക് കാണാനൊക്കാവുന്നത് പോലത്തെ ഒരു വിശ്വാസം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3 നമ്മൾ വായിച്ച എന്താണെന്നറിയാം? പലർക്കും സുവിശേഷത്തെ കുറിച്ച് തന്നെ വളരെ വൈകല്യമായ കാഴ്ചപ്പാടാണ് ഈ ദിവസങ്ങളിലുള്ളത്. പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഈ കൊറോണ വൈറസ് സമയത്ത് പലരും പ്രസംഗിക്കുന്നത് തുടക്കത്തിൽ തുടങ്ങി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ന് വരത്തില്ല എന്നുള്ളതല്ല പറയുന്നത്, ഇന്ന് പറയുന്നതിലെ ബഹുഭൂരിപക്ഷം സന്ദേശങ്ങളും ഞാൻ ശ്രവിക്കുന്നത്, ഇനി പിടിച്ചാലും നിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചോ. എന്താ വാഗ്ദത്തം? അടുത്ത വർഷം പുതിയൊരു ഹൗസിലേക്ക് മാറുന്നുണ്ട്, ജോബ്, ഒരു ബെറ്റർ ജോബ് ഈസ് വെയിറ്റിംഗ്. ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പടക് നിറയ്ക്കുന്ന യേശു, വഴിയൊരുക്കുന്ന ദൈവം, ഇങ്ങനെ ഈ പാൻഡമിക്കിനെ എങ്ങനെയൊന്ന് സർവൈവ് ചെയ്യാം, അതാ പലർക്കും സുവിശേഷം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എങ്ങനെ എനിക്കൊന്ന് നിൽക്കാം. ചില പറയുന്ന അതല്ലേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബത്തെ തൊടത്തില്ല, ഇനി രോഗം ദേഹത്ത് പിടിച്ചാലും ചില പറയും ഞാൻ വിശ്വസിക്കുന്നു. എന്താ ചോദിച്ചാൽ ഇതിൽ നിന്ന് എന്തായാലും സൗഖ്യമുണ്ടാകും. വിശ്വസിക്കണം, രോഗസൗഖ്യത്തിന് വേണ്ടി വിശ്വസിക്കണം. പക്ഷേ അതിലപ്പുറമായ ഒരു കാഴ്ചപ്പാടല്ലേ ഈ ദിവസങ്ങളിൽ നമ്മളിൽ വരേണ്ടത്. മറ്റുള്ളവരും ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നു, മറ്റുള്ളവരും വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കുന്നു, മറ്റുള്ളവർ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നു. നമ്മളുടെ ഏറ്റവും വലിയ ഇഷ്യൂ, ജീസസ് പ്ലീസ് help me to survive this pandemic so that 2021 will be a better year. In other 2 months, in other 3 months, Lord, prove yourself to be powerful in my life. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ പൂർണ്ണ അർത്ഥം അങ്ങോട്ട് വരുന്നില്ല.
സുവിശേഷം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കൂ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം ഓഫർ ചെയ്യുന്നത് ഈ ലോകത്തിലെ മേന്മയുള്ള ഒരു ജീവിതമല്ല. സുവിശേഷം ഓഫർ ചെയ്യുന്നത്, യേശുവിനെ അനുഗമിക്കുന്നവർക്ക് യേശു വാഗ്ദത്തം ചെയ്യുന്നത്, എൻ്റെ പുറകെ വാ, നിന്നെ എല്ലാവരെക്കാട്ടിലും നല്ല ഒരു പണക്കാരനാക്കി ഞാൻ തീർക്കാം, എല്ലാവരുടെയും മുമ്പിൽ നിന്നെ ഞാനങ്ങ് മാനിക്കാം. ഇതല്ല സുവിശേഷം. അതുകൊണ്ടാണ് കൊലോസ് ലേഖനം വായിച്ചത്. കൊലോസ് ലേഖനം 1:3 പറയുന്നത് എന്താ സുവിശേഷം? സുവിശേഷത്തിൻ്റെ സത്യവചനം. ആ പദം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. കാരണം ഒരുപാട് മറ്റേ സുവിശേഷങ്ങൾ, വേറെ സുവിശേഷങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 11:4 വാക്യത്തിൽ മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം. ഗലാത്യ ലേഖനം 1:6 മറ്റൊരു സുവിശേഷം. എന്താ മറ്റൊരു സുവിശേഷം? ഈ ലോകത്തെക്കുറിച്ച് മാത്രം പറയുന്ന, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ ഉണർത്തുന്ന ഒരു സുവിശേഷം. സത്യസുവിശേഷം എന്താണെന്നറിയാമോ? സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിച്ചെങ്കിൽ സുവിശേഷത്തിന്റെ സത്യവചനത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് പോലെയോ ഒരു വാക്സിനേഷൻ കുത്തിവെക്കുന്നത് പോലെ ഉള്ളൊരു അനുഭവമല്ല സുവിശേഷത്തിൽ നമുക്ക് ലഭിച്ചത്. മറിച്ച് എന്താ കിട്ടിയത് സുവിശേഷത്തിൽ? കൊലോസ്യ ലേഖനം 1:3 സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. നമ്മൾക്ക് ലോകത്തിന്റെ മുമ്പിൽ ഈ പാൻഡമിക്കിന്റെ നടുവിൽ എന്താ ഒരു ഡിഫറൻസ് ഉണ്ടാകേണ്ടത്? എന്താ നമുക്ക് രോഗം വരത്തില്ല, അവർക്ക് രോഗം വരും. അതല്ല, നമ്മുടെ രോഗമെല്ലാം സൗഖ്യമാവും, അവരുടെ രോഗം ഒന്നും സൗഖ്യമാകത്തില്ല. അല്ല. എന്താ ഡിഫറൻസ് എന്നറിയാമോ? ഈ ലോകത്തിന്റെ ക്ഷണികതയെ തിരിച്ചറിയുവാൻ, ഈ ശരീരം വീണ്ടെടുക്കപ്പെട്ടതല്ല എന്ന് തിരിച്ചറിയുവാൻ, ആത്മാവെന്ന ആദ്യ ഫലം ലഭിച്ചവർക്കൊരു വലിയ പ്രത്യാശ. എന്താ പ്രത്യാശ? എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാൻ തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടും. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് പ്രത്യാശ. സുവിശേഷത്തിലൂടെ ലഭിച്ചത് അതാണ്. പ്രിയ ദൈവമക്കളെ, ഈ പാൻഡമിക് നിങ്ങളുടെ ഭവനത്തിൽ വരുമോ ഇല്ലയോ എന്ന് പറയാൻ എനിക്കറിയില്ല. നിങ്ങൾ പാൻഡമിക്കിൽ COVID-19 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗമാകട്ടെ, ക്ലേശമാകട്ടെ, ഇതെല്ലാം കൂടെ നാളെ മാറുമോ? അല്ലെങ്കിൽ COVID-19 വന്നു, ആശുപത്രിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമോ? ഇതൊന്നും ഞാൻ പറയാൻ സമയം എടുക്കുന്നില്ല. എന്താ ഞാൻ സമയം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, തിങ്ക് ബിയോണ്ട് ഇറ്റ്. ഈ പാൻഡമിക്കിന്റെ മീതെ ഒന്ന് ചിന്തിക്കൂ. നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത് എങ്ങനെയെങ്കിലും 2020 2021 ഒരു കുറച്ച് ദിവസം കൂടെ ഒന്ന് ജീവിക്കണം, കുറച്ച് ദിവസം കൂടെ മക്കളെയും വളർത്തി സന്തോഷമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ യേശുവിന്റെ തുണ നിൽക്കണമേ. അതല്ല സുവിശേഷം. സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും, എന്ത് അവസ്ഥകൾ വന്നാലും, എന്ത് ക്ലേശങ്ങൾ വന്നാലും, അതിൻ്റെ നടുവിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പറയാം, മൈ ഗോഡ് ഈസ് സ്റ്റിൽ ഗുഡ് ടു മീ, മൈ ഗോഡ് ഹാസ് നെവർ ലെഫ്റ്റ് മീ, ഹി ഈസ് വിത്ത് മീ ഈവൻ ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്. മരണത്തിന്റെ താഴ്വരയിലും ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല. അതാ സുവിശേഷത്തിന്റെ ശക്തി. ഈ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ പാട്ടുകൾ, നമ്മൾ പാടുന്ന പാട്ടുകൾ വളരെ ശ്രദ്ധിച്ച്, വളരെ ചിന്തിച്ച്, ഞാൻ പറഞ്ഞിട്ട് പാട്ടുകൾ പാടുന്നതിന് മുമ്പ് ഗോ ത്രൂ ദ ലിറിക്സ്. ഈസ് ഇറ്റ് റൈറ്റ് ഇൻ വെൻ ഇറ്റ് കംസ് ടു തിയോളജി? അതിൻ്റെ വേദശാസ്ത്രം കറക്റ്റാണോ? അതോ ഫീലിംഗിൽ എഴുതിയതാണോ? അതോ മോട്ടിവേഷന് വേണ്ടി എഴുതിയതാണോ? ചില പാട്ടുകൾ പറയുന്ന ഇതാ, രോഗം വരത്തില്ല, അങ്ങനെയുള്ള ആശയങ്ങൾ, വ്യാധികൾ വരത്തില്ല, എല്ലാം മനുഷ്യ കേന്ദ്രീകൃതമായ പാട്ടുകൾ. എന്നാൽ അതിൻ്റെ നടുവിൽ വെളിപ്പാടുള്ളവർ എഴുതി വെച്ച പാട്ടിൻ്റെ വരികൾ ഞാൻ പറയാം. രോഗം എന്നെ പിടിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതായി തീരുവാൻ. ഇന്നത്തെ ഈ ദിവസം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, അവർ ഹോപ്പ് ഇസ് നോട്ട് ദാറ്റ് COVID-19 വിൽ നോട്ട് കം നിയർ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ COVID-19 വരത്തില്ല എന്നുള്ളതല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ രോഗം എന്നെ പിടിച്ചാൽ എനിക്ക് സൗഖ്യം വരും. അതും മാത്രമല്ല, സൗഖ്യമാക്കാൻ
യേശു വിശ്വസ്തനാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സൗഖ്യമല്ല അവിടെ വെളിപ്പെടുന്നത്. ദിവ്യ പ്രത്യാശയാണ്. പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് ഈ കോൺഫറൻസിൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് വചനത്താൽ ഓർപ്പിക്കട്ടെ. അനേക നാളുകളായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കാണും. ശരീരത്തിൽ വെളിപ്പെട്ട രോഗത്തെക്കുറിച്ച്, ക്ലേശത്തെക്കുറിച്ച് മറ്റുള്ളവരെല്ലാവരും വാച്ച് ചെയ്ത് what will happen, he is going to break down, ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ പറയണം, സുവിശേഷത്തിലൂടെ എനിക്ക് പ്രത്യാശ കിട്ടിയിരിക്കുന്നു. I have hope beyond this world. സുവിശേഷത്തിന്റെ സത്യവചനത്തിലൂടെ എനിക്കൊരു വലിയ പ്രത്യാശ കിട്ടി. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ, പ്രിയന്റെ ഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശ, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്നിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള പ്രത്യാശ, ആ നിലനിൽക്കുന്ന പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളവർ, വാസ്തവത്തിൽ ഈ കൊലോസ് ലേഖനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള പൗലോസിന്റെ ലേഖനങ്ങളിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ ഓർഡറാണ് കാണുന്നത്. കൊലോസ് ലേഖനത്തിൽ പൗലോസ് വ്യത്യസ്തമായി എഴുതിയിരിക്കുക. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നല്ല, പ്രത്യാശയിൽ നിന്ന് വരുന്ന വിശ്വാസം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണെന്നറിയാം? ഈ ദിവസങ്ങളിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഇത് വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കാണോ ഇത് അയച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, വിശ്വാസത്തിന്റെ പരിശോധനയായി തീരുന്നു ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തിന് ഏറ്റവും ആവശ്യം, ലോക മനുഷ്യരിൽ നിന്നും വ്യത്യാസമുള്ളവരായി കാണപ്പെടേണ്ടത് ഏത് മേഖലയാന്ന് ചോദിച്ചാൽ, we should be people of faith. We should be people who love one another in the light of hope that we have. അങ്ങനെയല്ലേ കൊലോസ് ലേഖനം 1:3 ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക്, ഈ ലോകത്തിലെ കാര്യമല്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം, ബിക്കോസ് ഓഫ് ദ ഹോപ്പ്. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ, അടുത്ത വാക്യത്തിൽ, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും. ഇനി ഈ നോഹയുടെ അടുത്ത് ചിന്തിക്കാൻ പോവുക. 11-ാം അധ്യായത്തിൽ കാണുന്നത് ആബേലിന്റെ വർഷിപ്പ്, ആരാധനയെക്കുറിച്ച് കാണുന്നു. ഒരു ഉത്തമമായ ആരാധന കഴിച്ച ആബേൽ, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. അത് കഴിഞ്ഞിട്ട് പറയുക, നോഹ വിശ്വാസത്താൽ. അവിടെ ആ വാക്യത്തിൽ കാണുന്ന 2 പദങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവുക. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 11-ാമത്തെ അധ്യായം 7-ാം വാക്യം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായം 7-ൽ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച്. പ്രിയ ദൈവമക്കളെ, വിശ്വാസ സമൂഹമേ, നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യഭവനം കണ്ടിട്ടില്ല. നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ ദിവസം, കർത്താവിൻ്റെ വരവ് കണ്ടിട്ടില്ല. യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ. നോഹയെക്കുറിച്ച് പറയുക. നോഹയുടെ ഉദാഹരണം എടുത്ത് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, മടുത്തിരിക്കുന്നവരോട് പറയുക, ക്ഷീണിച്ചിരിക്കുന്നവരോട് പറയുക, യേശുവിനെ അനുഗമിച്ചിട്ട് പരിഭവങ്ങൾ ഉള്ളവരോട് പറയുക, ക്ലേശങ്ങൾ ഉള്ളവരോട് പറയുക, 6 മാസം കൂടെ പിടിച്ചു നിൽക്കൂ, എന്നാൽ ദൈവത്തിന്റെ കരം നീ കാണാൻ പോകുന്നു. അല്ല, അതല്ല എൻകറേജ്മെന്റ്. അത് എൻകറേജ്മെന്റായി പറയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ ആളുമില്ല, കേട്ട ആളുമില്ല, മുഴുവൻ ഒരു കൺഫ്യൂഷൻ. വിശ്വാസം വളർത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. പക്ഷേ പലപ്പോഴും വിശ്വാസം തകർക്കുകയാണ്. വിശ്വാസം എന്നുള്ളത് എന്താ? നിത്യതയെക്കുറിച്ച് പറയുക. അതല്ലേ അപ്പോസ്തലന്മാർ ചെയ്തത്. അല്ലാതെ ക്ലേശത്തിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു വന്നത്, യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിനക്ക് യാതൊന്നും തിന്മയായി ഭവിക്കത്തില്ല. ഇതല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഇഗ്നോർ ദിസ്, ഇതെല്ലാം മറക്കുക. വെളിപ്പെടാനുള്ള തേജസ് ഓർത്താൽ, നമ്മളിൽ വെളിപ്പെടാനുള്ള മഹത്വം ഓർത്താൽ, ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇതാ, ഡോണ്ട് ട്രൈ ടു ക്ലിങ് ഓൺ ഇൻ ദിസ് വേൾഡ് വിത്ത് പെറ്റി പ്രോമിസസ് ദാറ്റ് യു തിങ്ക് ഗോഡ് ഈസ് ഗിവിംഗ് യു. അതിനെക്കാട്ടിൽ വലിയൊരു കാഴ്ചപ്പാട്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച്, നമ്മളെ പോലെ വിശ്വാസ ജീവിതത്തിൽ കാണാത്തതിനെ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ കണ്ടിട്ടില്ല, വായിച്ചിട്ടേ ഉള്ളൂ. ഓ, ജീവനായ ക്രിസ്തു വെളിപ്പെടും, തേജസ്സിൽ വെളിപ്പെടും. പക്ഷേ നോഹയെ പോലെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് കിട്ടിയിട്ട് ഉടൻ ചെയ്ത് എന്താണെന്നറിയാം? നോഹ
വാസ്തവത്തിൽ നോഹ ആയിരുന്ന സമയത്ത് വലിയ ഫേമസ് ആണോ പോപ്പുലർ ആണോ എന്നെനിക്കറിയത്തില്ല. ആൾക്കാരെല്ലാം മോക്ക് ചെയ്ത് കാണും. പക്ഷേ ഈ എഴുത്തുകാരൻ എഴുതിയപ്പോൾ ഹി വാസ് പ്രെറ്റി ഫേമസ്. ദ സ്റ്റോറി വാസ് വെരി പോപ്പുലർ. യേശുവും നോഹയെ ഉദ്ധരിച്ച് പറഞ്ഞല്ലോ, ഒറ്റ വാക്യത്തിൽ തന്നെ കണ്ടൻസ് ചെയ്തിരിക്കുക. കാരണം ഈ എഴുത്തുകാർക്കൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഉള്ളൂ, ന്യൂ ഇൻഫർമേഷൻ അല്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പൊക്കോണ്ടിരിക്കുന്നവർക്ക്, വിശ്വാസ കപ്പൽ തകർന്നു പൊക്കോണ്ടിരിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യം. ഓർക്കുക, വായിച്ചിട്ടില്ലേ? ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം, 7-ാമത്തെ അധ്യായം, 8-ാമത്തെ അധ്യായം, 9-ാമത്തെ അധ്യായം വായിച്ചിട്ടില്ലേ? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് കിട്ടിയിട്ട് ഭയഭക്തി പൂണ്ടു. എനിക്ക് ഒന്നാമതായി ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്ക്, ആ വാക്യത്തിൽ നിന്നും ഭയഭക്തി പൂണ്ടു. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ, ഈ പാൻഡമിക്കിന്റെ നടുവിൽ നമ്മളിൽ വരേണ്ട സ്വഭാവ വിശേഷണം എന്താ? ഇംഗ്ലീഷോടെ ഞാൻ വായിക്കുന്നു ആ പദം. When warned about things not seen, കാണാത്തതിനെ കുറിച്ച് കേട്ടപ്പോ നോഹ ചെയ്തത് in holy fear, ഭയഭക്തി പൂണ്ടു. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, may people see some difference in us. ഏതിലുള്ള ഡിഫറൻസ് ആണെന്നറിയാമോ? ഭയഭക്തി പൂണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അയ്യോ, എന്തിനെ കുറിച്ചുള്ള ഭയം? കോവിഡ് നാളെ വരുമോ? കോവിഡ് വന്നാൽ എന്തോ സംഭവിക്കും? അതല്ല. അത് ഈ ലോകത്തിലെ എല്ലാവർക്കും ആ പേടിയാലിരിക്കുക. കോവിഡ് വരുമോ എന്നുള്ള പേടിയല്ല. എൻ്റെ ആത്മമണവാളൻ പ്രത്യക്ഷപ്പെടുമ്പോ ആ ആത്മമണവാളന് ചേരാത്തത് എന്നിൽ കാണരുതേ എന്നുള്ളൊരു ഭയം. ഇൻ ഹോളി ഫിയർ. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഓർക്കായിരുന്നു, ഹോളി ബൈബിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ഹോളി ബൈബിൾ, വിശുദ്ധ വേദ പുസ്തകം. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? പരിശുദ്ധ ആത്മാവ്. ഹോളി നേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? വിശുദ്ധ വംശം. ഹോളി ഫിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ തലമുറയിൽ ദൈവസഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വരുവാനുള്ള ആ വലിയ ദിവസം, ശത്രുക്കൾ പണിഷ്ഡ് ആകുന്ന ഒരു ദിവസം, നീതി നടപ്പാക്കുന്ന കർത്താവിൻ്റെ ദിവസം. അതിനെക്കുറിച്ച് വേണ്ടും പോലൊരു കാഴ്ചപ്പാടില്ലാതെ, ഈ ഹോളി ഫിയർ ഇല്ലാതെ പെന്തക്കോസ്റ്റൽ സമൂഹം അധപ്പതിക്കുന്ന ഒരു കാഴ്ച. നോഹ ഭയഭക്തി പൂണ്ടു. എന്തോ ചെയ്തെന്നറിയാമോ? ഭയഭക്തി പൂണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെന്തോ ചെയ്യണം? നോഹയെ അങ്ങ് അനുഗമിച്ചാൽ മതി. നോഹയുടെ ജീവിതത്തിൽ നോഹ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന 6:1 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പോപ്പുലേഷൻ മൾട്ടിപ്ലൈ, ഒരു പ്രോഗ്രസിനെ കാണിക്കുക. പട്ടണത്തിൽ പാർക്കുവാൻ താല്പര്യമുള്ള ഒരു ജനറേഷൻ. ഇന്നത്തെ ജനറേഷനുമായി വല്ല വ്യത്യാസമുണ്ടോ? We want to move to this city. We want to move to a greater city. വലിയ എക്സ്പാൻഷൻ, പ്രോഗ്രസ് നടക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. പട്ടണത്തിൽ ജീവിക്കുന്നതല്ല തെറ്റ്. പക്ഷേ പട്ടണത്തിൽ പലപ്പോഴും കാണുന്നത് ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആകുകയാണ്. എന്തിനും ചോദിച്ചാൽ സെൽഫ് സെൻറ്റേഡ്നെസ്സിലേക്ക് പോകുന്ന ഒരു സ്ഥലമായി മാറുന്നു. കുറച്ചുകൂടെ വ്യക്തമാക്കി പറയാം, ദൈവത്തെ ആരാധിക്കുവാൻ പോലും സമയമില്ലാതെ ഉള്ള തിരക്ക്. ഡു യു തിങ്ക് ദാറ്റ് ഈസ് ഫ്രം ഗോഡ്? ദൈവം അനുവദിച്ച ഒരു തിരക്കാണത് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? സർമൺ 1 മിനിറ്റ് കൂടുതലായാൽ, 5 മിനിറ്റ് കൂടുതലായാൽ ചിലപ്പോൾ ഇറങ്ങിപ്പോവും. 1 മിനിറ്റ് പോലും കൂടുതലായാൽ കനോട്ട് ടോളറേറ്റ്. അത് ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. I have other things to do today. Sunday I have several things planned up. Monday മുതൽ I pray to God. It is between God and me. ഇങ്ങനൊരു കൾച്ചർ, ഒരു റിലേറ്റീവ് കൾച്ചർ, സബ്ജക്റ്റീവ് കൾച്ചർ, സെൽഫ് സെൻറ്റേർഡ് കൾച്ചർ. ദൈവത്തെ ഒരു വശത്ത് അങ്ങോട്ട് ഇരുത്തിയിരിക്കുക, ഹൃദയത്തിലാണെങ്കിൽ ഒരു സൈഡിൽ അങ്ങോട്ട് ഇരുത്തിയിരിക്കുക. ഗോഡ്, ഐ ആം ഡൂയിങ് ദിസ് ഫോർ യു, ഐ ഹോപ്പ് യു ആർ ഹാപ്പി. ദൈവത്തെ സന്തോഷിപ്പിച്ച് സൈഡിൽ ഇരുത്തിയിരിക്കുക. നോഹ പറയുക, ഐ ആം നോട്ട് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ദിസ് കൾച്ചർ.
ദൈവത്തിന് സമയമില്ലാത്തൊരു കൾച്ചർ. ഈ ലോകത്തിൻ്റെ പ്രോഗ്രസ്സും ലോകത്തിൻ്റെ അളവുകോൽ കൊണ്ട് മാത്രം അളക്കുന്ന ആ അളവുകോൽ എൻ്റെ കുടുംബത്തിൽ വേണ്ട. I am able to see something will happen in this world. God is going to wipe everyone away. എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കണം. എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനകൾ വേണം. Do you have a family prayer, a time set aside where you all come together, study God's word, pray together? Do you have a practice like that? അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ, may I urge you as your brother in Christ, വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദിസ് ഇസ് ദ ടൈം. ഈ പാൻഡമിക്കിന്റെ സമയത്തെങ്കിലും ഞാൻ എത്ര ഓടി നടന്നാലും ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ട വരും. ഇപ്പോൾ ഒരു രോഗസൗഖ്യം കിട്ടിയാലും അടുത്ത വർഷങ്ങളിൽ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഒരു രോഗം നിമിത്തം, ഒരു അപകടം നിമിത്തം ഈ ലോകത്തിൽ ഞാൻ മാറ്റപ്പെടേണ്ടി വരും. ഞാൻ ഈ കൂട്ടിവെക്കുന്നത് എന്നുകൊണ്ടുള്ള എൻ്റെ ജീവിതം, ദൈവത്തെ ഒരു കോണിക്കിട്ടുകൊണ്ടുള്ള ജീവിതം. നോഹ പറയും, ഐ ഡോണ്ട് want to be part of this majority culture, popular culture. I want to be a remnant. ഒരു ശേഷിപ്പായി എനിക്ക് മാറണം. എനിക്ക് ഭക്തിയുള്ളവനായി ഒരു ഹോളി ഫിയർ എനിക്ക് വേണം. ഹോളി ബൈബിൾ ഷെൽഫിൽ മാത്രമല്ല, ഹോളി ഫിയർ ജീവിതത്തിൽ. ഹോളി സ്പിരിറ്റ് കുലുങ്ങുന്നത് മാത്രമല്ല, ഹോളി ഫിയർ. ഹോളി ഫിയർ വേണ്ടുന്നവർക്ക് ഒന്നാമത് ഈ പോപ്പുലർ കൾച്ചറിൽ ഡിസേൺമെന്റ് ഉണ്ടാകണം. ആ 6-ാം അധ്യായം താഴെയുള്ള വാക്യത്തിൽ പറയുന്നത് സെക്ഷൽ ഡിപ്രാവിറ്റി നടക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പ്രിയ ദൈവമക്കളെ, അങ്ങോട്ട് വെളിയിലോട്ടൊന്നും നോക്കണ്ട, സഭയ്ക്ക് വെളിയിലോട്ടൊന്നും നോക്കണ്ട. പെട്ടെന്ന് ഇപ്പൊ 50-60 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ഇപ്പൊ ഇനി അത് പറയാൻ ഒക്കുവോ? പലയിടത്തും കാണുന്നു വരുന്നത് ഈ ലോകത്തിന്റെ സ്വാധീനം ഇതിനകത്തോട്ടും വന്നില്ലേ. സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നല്ലതായി ജീവിക്കണം. സുവിശേഷം എന്ന് പറയുന്നത് മേന്മ ഈ ലോകത്തിൽ വരണം. എന്നാൽ വരുവാനുള്ള ദൈവത്തിന്റെ ന്യായവധി ദിവസത്തെ കണ്ടുകൊണ്ട് വിശുദ്ധനായി ഭയഭക്തി പൂണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നഷ്ടപ്പെടുന്നു സഭകളിൽ. പ്രീ മാരിറ്റൽ സെക്സ് പോലുള്ളൊരു വിഷയം ഇപ്പോൾ സംസാരിച്ചാൽ ആൾക്കാർ എന്താ ഓർക്കുന്നതെന്ന് അറിയാമോ? ഫ്രം വേർ ഈസ് ഹി കമ്മിങ്? ഹി ഈസ് ഔട്ട്ഡേറ്റഡ്. ഹി ഷുഡ് കണക്ട് വിത്ത് അവർ യൂത്ത്സ്. വാട്ട് ഈസ് ഹി സെയിങ്? എന്താ സംഭവിച്ചതെന്നറിയാം? പോപ്പുലർ കൾച്ചറിൻ്റെ കുത്തൊഴുക്കിൽ സെക്ഷൽ ഡിപ്രാവിറ്റി, എല്ലാവിധ കാര്യങ്ങളും, പ്രീ മാരിറ്റൽ സെക്സ് ഉൾപ്പെടെ, ലിവിങ് ടുഗദർ ഉൾപ്പെടെ, ഫ്രണ്ട്സ് വിത്ത് എ ബെനിഫിറ്റ് ഉൾപ്പെടെ ഇങ്ങനെ വന്ന് അടിച്ചങ്ങോട്ട് കയറുമ്പോൾ അതിൻ്റെ നടുവിൽ നോഹയെ പോലെ സുവിശേഷത്തിലൂടെ പ്രത്യാശ കിട്ടിയ ഒരാൾ പറയണം, വി ആർ നോട്ട് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ദിസ്, വി വാണ്ട് അവർ ചിൽഡ്രൻ ടു ബി ഡിഫറെന്റ്. ഞങ്ങളുടെ തലമുറ അതിനകത്ത് കുത്തൊഴുകി കാണുന്നതിൽ സന്തോഷിക്കുകയല്ല, ഞങ്ങളുടെ മോന് അതിലൂടെ പോയപ്പോൾ വലുത് കിട്ടി. നോ നോ നോ, അതല്ല വേണ്ടിയത് ദൈവസഭയിൽ. ഹി ഈസ് ഡിഫറെന്റ്, ഹി ഈസ് എ മാൻ വിത്ത് എ ഡിഫറെന്റ് സ്പിരിറ്റ്. അതാ പ്രിയ ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ബി ഡിഫറെന്റ്. പാൻഡമിക്കിന്റെ കാലത്ത് ബി ഡിഫറെന്റ്. ഹാവ് ഹോളി ഫിയർ. വയലൻസ്, കറപ്ഷൻ കൂടിയൊരു കാലം, നോഹയുടെ കാലം. ഇന്നത്തെ കാലഘട്ടം നമ്മൾ പലരും ചിന്തിച്ചത് ഈ പാൻഡമിക് വന്നപ്പോൾ ഇതെല്ലാം കറപ്ഷനും വയലൻസും എല്ലാം ഇപ്പോൾ ഇല്ലാതാകുമെന്നാണ്. നോഹയുടെ കാലത്തെ പോലെ ഭയങ്കര പ്രോഗ്രസ് ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ വിക്കറ്റ്നെസ് കൂടിക്കൊണ്ടിരിക്കുക. കറപ്ഷനും വയലൻസും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ 6-7 മാസങ്ങളിൽ പാൻഡമിക്കിൻ്റെ സമയത്ത് വയലൻസ് കൂടി. ആ സമയത്ത് പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി. ഈ പാൻഡമിക് അതിജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി. ഹാവ് ഫാമിലി പ്രേയർ. ഹാവ് ഹോളി ഫിയർ. ദൈവം പ്രത്യക്ഷമാകും. ന്യായവിധിക്കുന്ന ഒരു ദിവസമുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിൽ പുകഴുന്ന ഒരു വിശ്വാസി മാത്രമല്ല, വിശുദ്ധ ഒരു ഭയത്തോടെ ജീവിക്കുന്ന ഒരു വിശ്വാസി. ഈ 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു പദം എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ദൈവമക്കളെ. 6-ാം അധ്യായം 8-ൽ നോഹയെക്കുറിച്ച്, നീതിമാനായി ജീവിച്ച നോഹ കൾച്ചറിനോട് ഇഴുകിച്ചേരാതെ നടക്കാൻ പോകുന്നതിനെ മുമ്പിൽ കണ്ട നോഹ.
അങ്ങനെ നിങ്ങളുടെ കുടുംബമായാൽ എന്താണെന്നറിയാമോ നാച്ചുറലി സംഭവിക്കാൻ പോകുന്നത്? ചിലപ്പോൾ കൂടെ പ്രാർത്ഥിക്കുന്നവർ പോലും പറയും, ദീസ് ആർ ദ വേർഡ്സ് ദാറ്റ് ദേ മൈറ്റ് യൂസ്, ഹി ഈസ് വെരി എക്സ്ട്രീം, ഹി ഈസ് വെരി ഫണ്ടമെൻ്റൽ. ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. നോഹയെ കണ്ടപ്പോൾ അന്നത്തെ കൾച്ചറിലുള്ളവർ പറഞ്ഞ അതായിരിക്കാം. ഹി ഈസ് വെരി റാഡിക്കൽ, ഹി ഈസ് വെരി ഫണ്ടമെൻ്റൽ, ഹി ഈസ് നോട്ട് ഇൻക്ലൂസീവ്, ഹി ഈസ് നോട്ട് അക്കോമഡേറ്റീവ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കണം, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഓർക്കണം, ഐ ഡോണ്ട് കെയർ, ഐ ക്യാൻ സീ ദാറ്റ് ഡേ കമ്മിങ്. ഒരു വലിയ ദിവസം വരുന്നുണ്ട്, യേശു കർത്താവിൻ്റെ വരവ് വരുന്നുണ്ട്. ന്യായവിസ്താരത്തിൽ നമ്മളെല്ലാം നിൽക്കേണ്ട വരും. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം. ആ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ ഇന്നെന്നിൽ ഭയഭക്തി പൂണ്ടുള്ള ഒരു ജീവിത ശൈലി ഈ പാൻഡമിക്കിൻ്റെ ഇടയിലും വരാനുള്ള ദിവസം കാണുമ്പോൾ ഈ ലോകത്തിൽ എങ്ങനെയായാലും സൗഖ്യം കിട്ടുമോ, നാളെ 2021 ഞങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒക്കുമോ, ഇതൊന്നും അല്ല വിഷയം. അതൊക്കെ പ്രയോറിറ്റിയിൽ താഴേക്ക് വരികയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളി ഫിയർ. എൻ്റെ ഈ ജീവിതം താൽക്കാലികമാണെന്നുള്ള ബോധ്യം, സുവിശേഷത്തിലൂടെ ലഭിച്ച പ്രത്യാശ നിമിത്തം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കാണാത്തതിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ, കാണാത്തതിനെ ഇന്ന് റിയാലിറ്റിയിൽ എന്നവണ്ണം ജീവിക്കാനുള്ളൊരു കൃപ. 6:8 നോഹയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാം? മലയാളത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇംഗ്ലീഷിലെ 2 ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കാം. സച്ച് ബ്യൂട്ടിഫുൾ വേഴ്സ്. 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ഈ നാടുകളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബം അങ്ങനെ ആകണമെന്നാ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം അങ്ങനെ ആകണമെന്നാ. ലിവിങ് ബൈബിളിൽ എങ്ങനെയാണെന്നറിയാമോ? 6-ാം അധ്യായം 8-ാമത്തെ വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, നോഹ വാസ് എ പ്ലഷർ ടു ദ ലോർഡ്. ദൈവത്തിന് ഭയങ്കര സന്തോഷം വരുത്തി നോഹ. പാൻഡമിക്കിൽ ലോകം മുഴുവൻ കുത്തി മറിഞ്ഞ് പ്രത്യാശ ഇല്ലാതെ ഓടുമ്പോൾ, അയ്യോ വളരെ ക്ലേശത്തോടെ ഭയത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ എന്തു സംഭവിക്കും ഒന്നും അറിയത്തില്ല, എല്ലാം തകർന്നു. ലോകം മുഴുവൻ വിശ്വാസികളെന്ന് പേര് വിളിക്കുന്നവർ പോലും ഇങ്ങനെയുള്ള സംസാരങ്ങളും പ്രത്യാശയില്ലാത്ത പ്രതികരണങ്ങളും നടത്തുമ്പോൾ, ക്യാൻ യു ടെൽ ടുഡേ, ഇന്നത്തെ ദിവസം പറയാൻ ഒക്കുമോ? I don't care what will happen. I know nothing will happen without God allowing it. ദൈവത്തിൻ്റെ അനുമതി ഇല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. But I have a greater hope. Not just to survive pandemic. A day is coming. ഒരു ദിവസം വരുന്നുണ്ട്, കാണാത്ത ആ ദിവസം ഞാൻ ഇന്നേ കാണുന്നു. Will your family be a pleasure to God? നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ദൈവം കുനിഞ്ഞു നോക്കി, വാവ്, ലോകം മുഴുവൻ ഇളകി മറിയാ, ലുക്ക് അറ്റ് ദ പീസ് ഹി ഹാസ്. സമാധാനം നോക്കിയേ, ഉള്ളിലുള്ള സ്വസ്ഥത നോക്കിയേ. ഹി ഈസ് എ പ്ലഷർ ടു മീ. ദ മെസ്സേജ് ബൈബിളിൽ ആ വാക്യം എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? നോഹ വാസ് ഡിഫറെന്റ്. എങ്ങനെയുള്ളവരെ ആവശ്യമെന്നറിയാമോ? ഡിഫറെന്റ്. എങ്ങനെയെങ്കിലും പാൻഡമിക് സർവൈവ് ചെയ്യുകയല്ല, അങ്ങനെയുള്ള കുറെ സന്ദേശങ്ങളല്ല. വഴിയൊരുക്കുന്നു, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണത്തില്ല, എങ്ങനെങ്കിലും ഇവിടെ എങ്ങനെങ്കിലും നീക്കാം, 2 വർഷം കൂടെ ജീവിക്കാം, 75 വയസ്സായി, എങ്ങനെങ്കിലും 80 ടച്ച് ആകട്ടെ, 90 ടച്ച് ആകട്ടെ. പക്ഷെ അതല്ല, ദാറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഇൻ വ്യൂ ഓഫ് ദാറ്റ് ഡേ ലിവ് വിത്ത് ഹോളി ഫിയർ. Noah was different because he was able to see what will happen in the future. വിശ്വാസി സമൂഹമേ, ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ ഇന്നേ കണ്ടാൽ ബി ഡിഫറെന്റ്. ദ മെസ്സേജ് ബൈബിൾ പറയുന്നത് നോവ വാസ് ഡിഫറെന്റ്. എന്നിട്ട് ആ വാക്യം പറയുന്നത്, ഗോഡ് ലൈക്ഡ് വാട്ട് ഹി സോ ഇൻ നോവ. ഗോഡ് ലൈക്ഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ പാൻഡമിക്കിന്റെ ദിവസങ്ങളിൽ? അല്ലേ ആത്മീകമായി മുഴുവനായി ഞാൻ ചോദിക്കട്ടെ, 25 വർഷമായി യേശുവിനെ കണ്ടു, 25 വർഷമായി ദൈവസഭയിൽ വന്നു. Can God make a testimony like this? I like him. He is such a
pleasure to me because he is different. He is not just living for this world. ഈ ലോകത്തിൽ മാത്രം നമ്മൾ പ്രത്യാശ വെക്കുന്നെങ്കിൽ നമ്മളെക്കാൾ അരിഷ്ട മനുഷ്യർ വേറെ ഇല്ല. സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഈ ലോകത്തിൽ എങ്ങനെങ്കിലും പ്രശ്നമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാധ്യതയല്ല. ഒന്നുകൂടെ പറയാം, സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഈ ലോകത്തിൽ പ്രശ്നമില്ലാതെ ട്രബിൾ ഫ്രീ ലൈഫിന്റെ ഒരു സാധ്യതയല്ല. സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഈ ലോകത്തിനപ്പുറം ഒരു പ്രത്യാശ, കാണാത്തതിനെ കുറിച്ച് ഒരു ഉറപ്പ് സുവിശേഷത്തിൽ. ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഈ കഴുകന്റെ കണ്ണുകളെ കുറിച്ച് ഒന്ന് ചിന്തിപ്പാനിടയായി. കഴുകന്റെ കണ്ണുകളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാം? മനുഷ്യന്റെ കണ്ണുകളെക്കാട്ടും കഴുകന്റെ കണ്ണുമായി 10 സ്റ്റോറി ബിൽഡിങ്ങിന്റെ മേളിൽ കയറിയാൽ, ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്താൽ കാണാം, ഇരിക്കുന്ന ഇങ്ങനെയാ. കഴുകന്റെ കണ്ണുമായി ഒരു മനുഷ്യൻ 10 നിലയുള്ള കെട്ടിടത്തിന്റെ മേളിൽ കയറിയിട്ട് താഴോട്ട് നോക്കിയാൽ ഉറുമ്പ് പോകുന്നത് കാണാവുന്ന ഒരു മുയൽ, വനത്തിലൂടെ പോകുന്ന ഒരു മുയലിനെ കഴുകന് ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിൽ സ്പോട്ട് ചെയ്യാം. ഒരു 3 ഇഞ്ച് മീന്, ഒരു തടാകത്തിലൂടെ ചാടി വെള്ളത്തിലൂടെ പോകുന്ന മീനെ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ കഴുകന് കാണാം, സ്പോട്ട് ചെയ്യാം. വിശ്വാസികളെ, നടക്കാൻ പോകുന്നതിനെ കാണാൻ ഒക്കുന്നുണ്ടോ? ക്ലിയറായി. ലോകത്തിന് കാണാൻ കഴിയുന്നില്ല. ലോകം നോക്കുമ്പോൾ 2020 വലിയ പരാജയം. ലോകം നോക്കുമ്പോൾ ഈ ക്രൈസിസിൽ നിന്ന് കയറണമെങ്കിൽ 4 years വേണം. ഈ പാൻഡമിക്കിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അടുത്ത 5 years വേണം. ലോകം അങ്ങ് പാനിക്കിലാകുമ്പോൾ, പാനിക്കിലേക്ക് നയിക്കുമ്പോൾ പ്രഷർ കയറുന്നു, സ്ട്രെസ് ആകുന്നു, ആങ്സൈറ്റി കൂടുന്നു, ഉറങ്ങാനൊക്കുന്നില്ല, ഡിപ്രഷൻ ആകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ we are called to be different. ഏത് രീതിയിൽ ഏത് ക്ലേശത്തിൻ്റെ നടുവിലും സുഖനിദ്ര സുവിശേഷത്തിലൂടെ കിട്ടും. സുവിശേഷത്തിലൂടെ എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിനപ്പുറമായ ഒരു കാഴ്ച ലഭിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാം താൽക്കാലികമാണെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട്. 2 കൊരിന്ത്യർ 4:16-17 പൗലോസ് അതല്ലേ പറയുന്നത്? ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടുന്നു. കാരണം ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, കർത്താവ് പ്രത്യക്ഷനാവും. 2 തെസ്സലോനിക്കർ ലേഖനം 1-ാം 6 വാക്യങ്ങളിൽ അതല്ലേ കാണുന്നത്. പീഡനത്തിലൂടെ കടന്നു പോകുന്നവരോട് പൗലോസ് ലേഖനത്തിലൂടെ പറയുക, ജീസസ് വിൽ കം, ഹി വിൽ റീപേ ദോസ് ഹു ആർ ട്രബിളിംഗ് യു, ബട്ട് ഹി വിൽ റിവാർഡ് യു. നിങ്ങളെ അവൻ ആ ദിവസം നിങ്ങൾക്കുള്ള റിവാർഡുകൾ തരും, ബട്ട് ഹി വിൽ പണിഷ് ദ വിക്കഡ്. അതല്ലേ നമ്മുടെ ആത്യന്തിക പ്രത്യാശ. സുവിശേഷത്തിലൂടെ കിട്ടിയത് അതല്ലേ. ന്യായവിധിയെപ്പറ്റി ഒരു ബോധ്യം നോഹയ്ക്കുണ്ടായിരുന്നു. പാപത്തെപ്പറ്റി ക്ലിയറായി ബൗണ്ടറി ലൈൻ വരയ്ക്കേണ്ടത് 6-ാം അധ്യായത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്നു. 2-ാമത്തെ ഒരു പദം വേഗത്തിൽ ആ വാക്യത്തിൽ നിന്നും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ 11-ാമത്തെ വാക്യം, ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്. ഒത്തിരി അവിടെ പറയാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം ചിന്തയ്ക്ക് വേണ്ടി പറയുക. ബൈബിൾ പ്രഭാഷകരും വിശ്വാസികളും എല്ലാം ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഇഫ് യുവർ ചിൽഡ്രൻ ആർ നോട്ട് വാക്കിംഗ് ഇൻ ദ പാത്ത് ഓഫ് ഗോഡ്, ദർ ഈസ് സംതിങ് ദാറ്റ് യു ആർ മിസ്സിങ്. സ്വന്തം കുഞ്ഞുങ്ങളെ ഈ ദൈവഭക്തിയിൽ വളർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഏവർക്കുമുണ്ട്. യു cannot shy away from it. Let him make his own choices. Let him learn from his choices. No. Noah is not like that. നോഹായ്ക്ക് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഹോളി ബൈബിളോ ഹോളി സ്പിരിറ്റോ അത് മാത്രമല്ല, ഹോളി ഫിയർ ഉള്ളപ്പോൾ മക്കൾ കണ്ടു. 3 ആൺമക്കളും കണ്ടു. അവിടെ കുടുംബത്തിൽ വന്ന മരുമക്കളും കണ്ടു. ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. ഹൗ ഈസ് യുവർ ഫാമിലി? നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ആർ യു ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ചിൽഡ്രൻ ആസ് വെൽ? മാതാപിതാക്കളോട് ഞാൻ പറയാം,
നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ സത്യസന്ധതയുള്ള ഭയഭക്തി പൂണ്ടുള്ള ജീവിതം, പ്രത്യാശയാൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിലുള്ള ജീവിതം കണ്ടിട്ടും അവർ ദൈവഭാഗത്തേക്ക് ഇതുവരെ വേണ്ടതുപോലെ വന്നില്ലെങ്കിൽ, ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ണുനീരുകൾ വെറുതെ ആയി പോകത്തില്ല. ദൈവത്തിൻ്റെ ആ സമയത്തിൽ, അറ്റ് ദി അപ്പോയിന്റഡ് ടൈം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പാൻഡമിക് സമയത്ത് ടേക്ക് ടൈം ഫോർ ദാറ്റ്, മോർ ടൈം ടു പ്രേ ഫോർ ദം. ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ലോകത്തിൽ എൻ്റെ മകൻ എന്ത് വലിയ കാര്യം അച്ചീവ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഐ വാണ്ട് ഹിം ടു ബി ഇൻ ദി ആർക്ക്. പെട്ടകത്തിൽ അവൻ വേണം, യേശുവിൽ അവനാകണം. പാൻഡമിക് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആ വലിയ ദിവസത്തിൽ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ അവനും കിട്ടണം. അടുത്ത വാക്ക് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാം. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ആ പെട്ടകം തീർക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ആ ആർക്ക് എന്നുള്ളതിൻ്റെ മൂലപദത്തിൽ വാസ്തവത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇറ്റ്സ് ലൈക്ക് എ ബോക്സ്. ഇതേ പദമാണ് മോശയോടുള്ള ബന്ധത്തിൽ. ഞാങ്ങണ പെട്ടകത്തിൽ, മോശ പെട്ടകത്തിലൂടെ ഇസ്രായേൽ മക്കളെ ഉദ്ധരിക്കുന്നു. നോഹ ബോക്സിൽ, പെട്ടകത്തിലൂടെ ഒരു രക്ഷയെ കൊണ്ടുവരുന്നു. വംശാവലികൾ താഴോട്ട് പോകുന്നു. ഇതുപോലെ ഈ തലമുറയിൽ, പാൻഡമിക്കിന്റെ തലമുറയിൽ, may your family become like a box where others will see a difference, where God will look down, they are different. പാൻഡമിക് ഒന്നും ഇവരെ കുലുക്കിയിട്ടില്ല. അവർക്ക് കാണാം, കഴുകന്റെ കണ്ണുകൾ പോലെ കാഴ്ചയുള്ളവരാ. they are at peace. ഈ ലോകത്തിന് യേശുവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ നിയോഗം. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പാൻഡമിക്കിന്റെ നടുവിൽ എങ്ങനെയാ നമ്മൾ പെരുമാറേണ്ടത്? ഒന്ന്, ഭയഭക്തി പൂണ്ട് വരാനുള്ളത് ഇന്നേ കാണണം. ഇതിനപ്പുറമായി യേശു ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ തല പൊക്കി നോക്കണം. രണ്ട്, നോഹ എങ്ങനെയാ കുറ്റം വിധിച്ചേ? പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ നീതി പ്രസംഗിയായിരുന്നു നോഹ. പ്രസംഗത്തിലൂടെ മാത്രമല്ല കേട്ടോ, പ്രസംഗത്തിലൂടെ മാത്രമല്ല, പെട്ടകം ഉണ്ടാക്കിയതിലൂടെ എന്നല്ല ഈ വാക്യം. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. ഈ പെട്ടകം പണി, കുറച്ചുകൂടെ പറഞ്ഞാൽ, ബൈ ഹിസ് ലൈഫ് സ്റ്റൈൽ ഹി കണ്ടംഡ് ദ വേൾഡ്. മേ യുവർ ലൈഫ് ബി ക്യാരക്ടറൈസ്ഡ് ബൈ ഹോളി ഫിയർ ഇൻ ദിസ് പാൻഡമിക്. അത് മാത്രമല്ല, മേ യുവർ ലൈഫ് സ്റ്റൈൽ കണ്ടം ദ വേൾഡ്. ഏത് രീതിയിലാണ്? രോഗം പിടിക്കുന്നവർക്ക്, പാൻഡമിക്കിൻ്റെ നടുവിൽ രോഗം പിടിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള റിയാക്ഷൻസ് എന്താണെന്നറിയാമോ? റെസ്പോൺസസ്. അയ്യോ, ഐ വിഷ് ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ദേർ. അങ്ങ് കേഴ്സ് ചെയ്യുക അവർ തന്നെ, അവിടെ പോയത് കൊണ്ട്. യാ, ഹി വാസ് വിത്തൗട്ട് മാസ്ക്, ദാറ്റ് ഈസ് ഹൗ ഐ ഗോട്ട് ഇറ്റ്. ഹൗ ആർ വി സപ്പോസ് ടു ബി ഡിഫറെൻറ്റ്? രോഗം പിടിച്ച് ദേഹം ക്ഷയിക്കുന്ന അവസ്ഥ വരുമ്പോൾ വേഗം വരുന്ന കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടോടെ പെരുമാറുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്നറിയാമോ? വി ആർ ബിക്കമിങ് എ സൈൻ ടു ദ വേൾഡ്. ഞാൻ പറയുന്ന വൈൻ ആകുന്നത് അത് ഇസ്രായേലാ, ഇറ്റ്സ് നോട്ട് അസ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുന്നു, നിന്റെ ചുറ്റുപാടുമുള്ള രോഗങ്ങളൊന്നും നിന്നെ പിടിക്കത്തില്ല. സിക്നെസ് ഫ്രീ ആയിരിക്കും ആസ് പാർട്ട് ഓഫ് ബ്ലെസ്സിങ്. നമുക്ക് വാഗ്ദത്തം ചെയ്തത് സിക്നെസ് ഫ്രീ ലൈഫ് അല്ല. പൗലോസ് തന്നെ ഗലാത്യ ലേഖനം 13-14 വാക്യങ്ങളിൽ ഹി വാസ് ഇൽ. തിമത്തി ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ്. എങ്ങനെയാ പിന്നെ ഡിഫറെൻ്റ് ആയി? ഈ ലോകത്തെ കണ്ടം ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ബൈ ദ ഹോപ്പ് യു ഹാവ്, പ്രത്യാശയിൽ നിന്ന് വരുന്ന, ബൈ ദ ഫെയ്ത്ത് യു ഹാവ്, ബൈ ദ ലവ് ദാറ്റ് യു ഡെമോൺസ്ട്രേറ്റ്. പാൻഡമിക്കിന്റെ സമയത്ത് ആൾക്കാർ പറയുന്ന, ഉള്ളതെല്ലാം കൂട്ടി വെച്ചോ, എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, യു ബി ഡിഫറെൻറ്റ്. ഉള്ള റിസോഴ്സ് ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. ഇൻ ദാറ്റ് വേ യു ആർ കണ്ടമിങ് ദ വേൾഡ്. ഈ ലോകത്തെ കുറ്റം വിധിക്കുന്നവൻ മറ്റാർക്കും ജനറോസിറ്റി അറിയാനിട്ടല്ല, സ്വാർത്ഥതയിൽ അവരുടെ റിസോഴ്സസ് അവരിൽ തന്നെ പിടിച്ചു നിർത്തുമ്പോൾ, മേ യു ബി ഡിഫറെൻറ്റ്. ഒരു കണ്ടെയ്നറായി മാറാതെ, ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലാതെ കിട്ടുന്ന എല്ലാ നന്മ ഒരു വലിയ കണ്ടെയ്നറായി ഇപ്പോൾ
ഞായറാഴ്ച എഴുന്നേറ്റ് എന്ന് പറയുന്ന സാക്ഷ്യം ഇതാ, ഗോഡ് ഈസ് ഗുഡ് ടു മീ. ഐ ഡിഡ് നോട്ട് സ്റ്റാർട്ട് മൈ ലൈഫ് ലൈക്ക് ദിസ്, ബട്ട് ഗോഡ് ഹസ് ബ്രോട്ട് മീ ദസ് ഫാർ. ഈസ് ദാറ്റ് യുവർ ടെസ്റ്റിമണി? ഹൗ വിൽ ദാറ്റ് ടെസ്റ്റിമണി കണ്ടം ദ വേൾഡ്? വേൾഡ്ലി പീപ്പിൾ ആർ ഓൾസോ ലൈക്ക് ദാറ്റ്. ഈ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയുള്ളവരാ. അവർക്ക് പറയാനുള്ള സാക്ഷ്യം ഇതാ. ഇന്ന് രാവിലെയും കൂടെ ഞാനൊരു സാക്ഷ്യം അങ്ങനെയുള്ളത് കേട്ടു. എ മാൻ ഹു ഡസൻറ്റ് നോ ഗോഡ്. ഫേസ്ബുക്കിൽ എങ്ങോ വന്നൊരു സന്ദേശം ഒരാൾ പ്ലേ ചെയ്യുന്നത് ഞാൻ കേട്ടു. He started his life as a security person. ഇപ്പോൾ ഏകദേശം 100 കാർസും ഒക്കെ ആയി. He has a big business going on. What testimony are we going to say before others? ഓ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നു, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇതെല്ലാം കിട്ടി. Is that the way you condemn the world? വേറൊരു വ്യക്തി കേൾക്കുമ്പോൾ പണക്കൊതി കൂടുന്നേ ഉള്ളൂ. പക്ഷെ പൗലോസിനെ പോലെ he condemned the world. Paul also condemned the world. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. That is the kind of a route we should take in this pandemic days. ഈ ദിവസങ്ങളിൽ ക്ലേശത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ദിവസം കൂടി നിൽക്കുമ്പോൾ നോഹ കാണാത്തതിനെ കണ്ട് ഒരു പെട്ടകം പണിയാ. He is building an ark on the dry ground. അതിന് ശരിക്കും ഭയം വേണം, ദൈവത്തെ ഭയം. അതുവരെ മഴ കാണാത്ത ഇടത്ത് മഴ വരുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു. ഡ്രൈ ഗ്രൗണ്ടിൽ ഒരു പെട്ടകം പണിയുന്നു, കുടുംബത്തെ പെട്ടകത്തിനകത്ത് കയറ്റുന്നു, ലോകത്തെ കണ്ടം ചെയ്യുന്നു. ബൈ ദ പ്രീച്ചിങ്, നോട്ട് ഓൺലി ബൈ പ്രീച്ചിങ്, ബൈ ദ ലൈഫ് സ്റ്റൈൽ. ഞാനത് എടുത്തു പറഞ്ഞത് നോട്ട് ഓൺലി ബൈ പ്രീച്ചിങ് എന്ന് പറഞ്ഞത്, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രീച്ചേഴ്സിന് കുറവൊന്നുമില്ല, ഇഷ്ടംപോലെ പ്രീച്ചേഴ്സ് ഉണ്ട്. ബട്ട് വെരി റെയർലി വി സീ പ്രീച്ചേഴ്സ് ഹു കണ്ടം ദ വേൾഡ് ബൈ ദെയർ ലൈഫ് സ്റ്റൈൽ. പ്രീച്ചേഴ്സിനും പറയാനുള്ള ഇതാ, 30 years മുമ്പ് ഞാൻ പ്രീച്ചിങ് തുടങ്ങിയപ്പോൾ എനിക്കൊന്നുമില്ലായിരുന്നു. ഇന്നുള്ള വിദേശ യാത്ര എല്ലാം കൂടെ ചെയ്ത് ഐ ഹാവ് എവറിത്തിങ്. ചില പ്രീച്ചേഴ്സിനെ ആൾക്കാർ വിളിക്കുന്നത് തന്നെ വലിയ മുതലാളിയായി. എവിടുന്ന് കിട്ടി ഈ പൈസ എല്ലാം? ഓഫറിങ്സ്. വാട്ട് ഡിഡ് യു ഡു വിത്ത് ഓഫറിങ്സ്? സ്പെൻഡ് ഓൺ യുവർ സെൽഫ്. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചു, ആവശ്യത്തിൽ കൂടുതൽ ധനം കൂട്ടിവെച്ചു. ഇത് വേൾഡിനെ കണ്ടം ചെയ്യുകയല്ല, വേൾഡിനെ വേറൊരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുക. സുവിശേഷത്തിന്റെ ശക്തിയെ തന്നെ ദുർബലമാക്കുകയാ ഈ സാക്ഷ്യങ്ങൾ. പ്രത്യാശയുള്ളവർ വിശ്വാസത്തോടെ ജീവിക്കണം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? കാണാത്തതിൻ്റെ ഉറപ്പ്. നോഹ കാണാത്തത് കണ്ട് ഭയഭക്തി പൂണ്ട് ലോകത്തെ കുറ്റം വിധിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലി. കർത്താവ് നിങ്ങളെ ഏവരെയും ഇങ്ങനൊരു ജീവിത ശൈലി വാർത്തെടുക്കുവാൻ സഹായിക്കട്ടെ. കൊലോസ് ലേഖനത്തിൽ കണ്ടതുപോലെ ആ വലിയ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി കാണപ്പെടുവാൻ, അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ, ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ ശക്തി, ഈ പ്രത്യാശയുടെ ശക്തി, ഈ തന്നെത്താൻ ഒഴിച്ചു കൊടുക്കുന്ന ശക്തി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ഏവരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.